സ്വാഗതം. വാർത്താ മലയാള ന്യൂസിലേക്ക്. ചങ്ങനാശ്ശേരി ചീരഞ്ചിറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജിം ഫെയറിന്റെ മറ്റൊരു സംരംഭത്തിനു കൂടി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ സംരംഭത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. ചങ്ങനാശ്ശേരി ചീരഞ്ചിറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജിം ഫെയർ എന്ന സ്ഥാപനത്തിന്റെ പുതിയ സംരംഭത്തിന്റെ കല്ലിടിയിൽ കർമ്മം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം നിർവഹിച്ചു. ചങ്ങനാശ്ശേരി രൂപതയിലെ വിവിധ വൈദികരുടെ സജീവ സാന്നിധ്യം ചടങ്ങിനെ ധന്യമാക്കി. ഡിസംബറോടുകൂടി പണി പൂർത്തീകരിക്കുമെന്ന് ജിം ഫെയർ ഫൗണ്ടർ ജോർജ് പടനിലം അറിയിച്ചു. ഈ അവസരത്തിൽ വാർത്താമലയാള ന്യൂസിനോട് ഒപ്പം ചേർന്ന് പ്രതികരിക്കുകയാണ് ഈ ജിം ഫെയറിന്റെ ഫൗണ്ടർ കൂടിയായ ജോർജ് പടനിലം. സ്വാഗതം. നമുക്കറിയാം, ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഈ സംരംഭത്തിന് പെരുന്തോട്ടം പിതാവ് കല്ലിടുമ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാചകമുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. സാറിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ജിമ്മി പടനിലം സെന്റർ 2014 ഡിസംബറിൽ പെരുന്തോട്ടം പിതാവാണ് ഉദ്ഘാടനം ചെയ്തത് ചീരഞ്ചിറ. അന്ന് അതിനുശേഷം പിന്നീട് ആശാഭവനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് താമസിക്കാനൊരു സ്ഥലമോ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാതെ പിന്നീട് അവരുടെ പരിപാലനയ്ക്കുള്ള ഒരു ക്രമീകരണവും ഇല്ലായിരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ചത്. ഹോസ്റ്റൽ പോലെയും ഒരു ട്രെയിനിങ് സെൻറ്റർ പോലെ ഇവിടെ ആക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് 7 കൊല്ലം പരിശ്രമിച്ചിട്ട് സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ അവസാനം ഒരു അഭീഷ്ടമായിട്ടുള്ള ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ്. അതിനുള്ള കല്ലിടാനാണ് പെരുന്തോട്ടം പിതാവ് തന്നെ വീണ്ടും വന്നത്. പഴയ മഠാച്ചനാണ് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നത്. ഇവിടെ ആത്യന്തികമായിട്ടൊരു 100 കുട്ടികളെ ഇവിടെ താമസിപ്പിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. അതുപോലെ അവർക്ക് സ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അവരെ എങ്ങനെയെങ്കിലും സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തി ഇതുപോലുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അതുപോലെ തന്നെ പരിശീലനം നൽകുമ്പോൾ ഒക്കെ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഇവരെയൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതുപോലുള്ള സെന്ററുകൾ തുടങ്ങുന്നത്. സാർ അതിന് വഴി കാണിച്ചു കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ്. സന്തോഷം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും അത് വളരെ സന്തോഷം. അത് സഫലീകരിച്ച് കഴിയുമ്പോൾ വളരെയധികം സന്തോഷം. ഇപ്പം ആരംഭദേശയാണ്. അതുകൊണ്ട് അതേക്കുറിച്ച് എങ്ങനെയായി തീരും എന്നുള്ളതിനെക്കുറിച്ച് അല്പം ഉത്കണ്ഠയുണ്ട് നാച്ചുറലായിട്ട്. അതുകൊണ്ട് പക്ഷേ എല്ലാം നന്നായി വരും. എല്ലാം ദൈവം കൂടെയുണ്ട്. നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടാണ്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അവരെ മുൻനിരയിൽ കൊണ്ടുവരുത്തി അവരെ അഭിമാനത്തോടുകൂടി അവരുടെ കുടുംബം സ്വീകരിക്കാനും സമൂഹം സ്വീകരിക്കാനും അവർക്ക് തന്നെ സ്വന്തമായിട്ടൊരു ആത്മാഭിമാനം ഉണ്ടാകുവാനും വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണിത്. എങ്ങനെയാണ് ഇങ്ങനെയൊരു ആശയം ഉടലെടുക്കുന്നത്? ഞങ്ങളുടെ ഇളയ മകൻ ജിമ്മി ഒരു ഭിന്നശേഷിക്കാരനാണ്. അവനെ പല രീതിയിലുള്ള ട്രെയിനിങ്ങുകളും ഇതുപോലത്തെ തെറപ്പികളും ഒക്കെ ഞങ്ങൾ ജിമ്മി പഠനം സെൻറ്ററിൽ ചെയ്യുന്ന പോലത്തെ തെറപ്പികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് സ്വന്തക്കാരും കൂട്ടുകാരും അതിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഏകദേശം 10 ഇതുപോലുള്ള 10 സ്ഥാപനങ്ങളുടെ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, അവരെയൊക്കെ അവഗണിക്കപ്പെടുകയാണ്. ഇന്നിന്റെ സാഹചര്യത്തിൽ അവരൊക്കെ തീർച്ചയായും അവഗണിക്കപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർ നേരിടുന്ന പ്രതിസന്ധികൾ, കാരണം ശമ്പളം പോലും ശരിയായ രീതിയിൽ ഇതുപോലുള്ള അധ്യാപകർക്ക് കിട്ടുന്നില്ല. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതൊക്കെ ശരിയല്ലേ? അതിനുവേണ്ടിയുള്ള ധാരാളം പോരാട്ടങ്ങൾ നടന്നെങ്കിലും അതൊന്നും വിജയത്തിലെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഈ ശമ്പളമൊക്കെ കിട്ടാത്തത് കുറച്ചൊക്കെ സർക്കാരിന്റെയും ഇതിന്റെ തലപ്പത്തിലുള്ള ആൾക്കാരുടെ അവഗണന കൂടിയുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.